ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിലോ ശ്രീനാഥിനെ കൊണ്ടുപോകാനായിട്ട്, അതായത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്ത് ശ്രീനാഥ് വരാനും ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം വർഷയുടെ ജീവിതത്തിൽ ഇനിയൊരു കരടാവാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം തന്നെ നമ്മുടെ വിവേക് പറയുന്നുണ്ട്, അയാൾ വരുമെന്ന് ഉറപ്പുണ്ടോ? എന്തിനാ വർഷ വീണ്ടും വീണ്ടും അയാളെ ശല്യപ്പെടുത്തുന്നത്? ശ്രീനാഥിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അതിൽ കയറി ഇടപെടാൻ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം വിവേകിൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാൻ വിവേകിന് സാധിക്കുമോ? അതുപോലെ തന്നെയാണ് എനിക്ക് ശ്രീയേട്ടന് എനിക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കണം. എന്തായാലും ശ്രീയേട്ടൻ എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ശ്രീനാഥിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ റൂമിലേക്ക് നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. റൂമിൽ വന്ന് കണ്ടോളാമെന്ന് വർഷ പറയുന്നു. ആ സമയത്ത് വിവേക് ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. വേണ്ട, വിവേക് ഇവിടെ നിൽക്ക്, ശ്രീയേട്ടനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. ശ്രീനാഥിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന വർഷ ശ്രീനാഥ് വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നത് കാണുന്നു. വർഷയെ കാണുമ്പോഴത്തേനും ശ്രീനാഥ് അവിടെ എണീറ്റിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ശ്രീനാഥ് എന്തിനാണ് ഇങ്ങനെ എന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ മുഖത്ത് നോക്കാൻ പോലും ശ്രീയേട്ടന് ഇപ്പം ഇഷ്ടമല്ലേ? ശ്രീയേട്ടൻ്റെ വർഷയല്ലേ? എൻ്റെ മുഖത്ത് നോക്ക് ശ്രീയേട്ട എന്നൊക്കെ പറയുമ്പോഴത്തേനും ശ്രീക്ക് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശ്രീയേട്ടൻ കാരണമാണ് ഈ വർഷം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീയേട്ടൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. ശ്രീയേട്ടൻ ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ തിരിച്ചു പോ, എനിക്ക് ഇനി ആരുടെ ജീവിതത്തിലേക്കും തലയിടാൻ താല്പര്യമില്ല. എൻ്റെ ഈ ജന്മം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയണം വർഷ, കാരണം ഇനി ആരുടെ ജീവിതത്തിലും ശല്യമാവാൻ ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. അത് കഴിയില്ല. ശ്രീയേട്ടനെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ശ്രീയേട്ടൻ എൻ്റെ കൂടെ വരണം. ഈ വർഷം വിളിച്ചാൽ എൻ്റെ ശ്രീയേട്ടൻ വരാതിരിക്കില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ശ്രീ വല്ലാണ്ടാവുന്നു. ശ്രീക്ക് വർഷയുടെ കൂടെ പോവാതിരിക്കാനുള്ള നിവൃത്തിയില്ല. കാരണം വർഷയുടെ കൂടെ പോയേ പറ്റുള്ളൂ. അത്രയും സ്നേഹത്തോടു കൂടി തൻ്റെ വർഷ വിളിക്കുമ്പോൾ ശ്രീക്ക് പോവാതിരിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. പിന്നീടാണെങ്കിലോ ശ്രീനാഥിനെ കൊണ്ടുപോകാനായിട്ട് വിവേക് കാറ് കൊണ്ടൊക്കെ റെഡിയാവുന്നുണ്ട്. പെട്ടെന്ന് സ്ത്രീയെ ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം തന്നെ വർഷയും ഒരു സ്റ്റാഫും കൂടി സ്ത്രീയെ പതുക്കെ പിടിച്ചുകൊണ്ട് വരുന്നു. പെട്ടെന്ന് സ്റ്റെപ്പിലേക്ക് തള്ളി വീഴാനായിട്ട് ശ്രീനാഥ് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വർഷയാണെങ്കിലോ ശ്രീനാഥിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ വിവേക് കാണുന്നുണ്ട് കേട്ടോ. വിവേകിനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല ശ്രീനാഥിനെ പിടിക്കുന്നതൊക്കെ. ആ സമയത്ത് വർഷയുടെ കൈ തൻ്റെ ദേഹത്ത് നിന്ന് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ ശ്രീനാഥിൻ്റെ അടുത്തേക്ക്. ഇനി ഒരിക്കലും വർഷ വരരുതെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം വിവേകിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശ്രീനാഥിന് മുൻകൂട്ടി മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കാറിൽ ഇരുത്തിയതിന് ശേഷം തന്നെ ഇവർ നേരെ കൊച്ചിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ അഞ്ജുവിനെ തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ 2-3 ദിവസമായിട്ട് രാഹുൽ ഇവിടുന്ന് പോയിട്ട് ഇതുവരെയും കാണാനില്ല. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അത് രാഹുലാണെന്നാണ് അഞ്ജു കരുതുന്നത്. പക്ഷേ 2-3 ആളുകളാണ് അവർ വരുന്നത് തന്നെ രാഹുലിനെ അന്വേഷിച്ചാണ് കേട്ടോ. രാഹുൽ എവിടെ ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല, 2-3 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ അവരവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെയൊന്നും ഇല്ല, ഇവളെവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ഇവിടെ ഞാൻ രാഹുലിനെ ഒളിപ്പിച്ചിട്ടൊന്നുമില്ല, 3 ദിവസമായി രാഹുൽ പോയിട്ടെന്ന് പറയുന്നു. അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശും ട്രാവൽസ് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാശ് എവിടെ തിരിച്ചു തരാൻ പറ അവനോട് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുതലും പലിശയും മുതലാക്കിയിട്ട് തന്നെ പോവുള്ളൂ. പെങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന അഞ്ജു വളരെയധികം സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ആകെ പേടിയാവുന്നുണ്ട്. രാഹുൽ എന്തൊക്കെ ഒപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയതെന്ന് മനസ്സിലാക്കുന്നു. ഇനി അകത്ത് പോയി പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേന് വേണ്ടടാ, ഇനി നമുക്ക് അടുത്ത ദിവസം തന്നെ വരാം. അവനിവിടെ ഉണ്ടെങ്കിൽ അവൾ പുറത്തിറക്കാതിരിക്കില്ല. അവനിവിടെ വരുത്താനുള്ള പണിയൊക്കെ ഞങ്ങൾക്ക് നല്ല പോലെ അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ പോയ സമയത്ത് അഞ്ജു വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. രാഹുലിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നു. പെട്ടെന്ന് ശ്രീനാഥിനെയും കൊണ്ട് വണ്ടിയിലേക്ക് പോണ സമയത്ത് ശ്രീനാഥ് നല്ല ചുമയും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു കേട്ടോ. എന്തായാലും വർഷം മുൻ സീറ്റിലായിരിക്കുന്നത്. അപ്പോഴത്തേനും വർഷയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. ശ്രീയേട്ടൻ്റെ അവസ്ഥ കാണുന്ന സമയത്ത് വിവേക് വണ്ടി ഒന്ന് നിർത്ത്, ഞാനൊന്ന് നോക്കട്ടെ, ശ്രീയേട്ടന് തീരെ വയ്യ. അങ്ങനെ ബാക്കിലേക്ക് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് നെഞ്ചൊക്കെ തടവി കൊടുക്കുന്നു. ഇത് കാണുന്ന വിവേകിന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. തൻ്റെ മനസ്സിൽ തൻ്റെ വർഷ വേറൊരാൾക്ക് സ്വന്തമാവുന്നത് പോലെ തോന്നുകയാണ് വിവേകിന്. അതിനുശേഷം തന്നെ പിന്നീടാണെങ്കിലോ വിവേക് വണ്ടി എടുത്തോ, ഞാനിവിടെ ഇരിക്കാൻ, ശ്രീയേട്ടന് തീരെ വയ്യ.
താൻ അവിടെ ഇരുന്ന് എങ്ങനെ ശരിയാവും, ശ്രീനാഥിന് കിടക്കാൻ പോലും പറ്റില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീയുടെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുന്നു കേട്ടോ. വീട്ടിലെത്തുന്ന സമയത്ത് അയാൾ അവിടെ വീട് അടച്ചിട്ടിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അയാൾ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അയാൾ അവിടെ ഇല്ല. അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഫോണാണെങ്കിലോ സ്വിച്ച് ഓഫും. അങ്ങനെ അയാളെ കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും വിവേക്, അയാൾ ഇവിടെ ഇല്ലല്ലോ, ഫോണ് സ്വിച്ച് ഓഫും. നമ്മൾ ശ്രീയേട്ടനെ കൊണ്ട് എങ്ങോട്ട് പോകാനാന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, ശ്രീയും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അതെങ്ങനെ ശരിയാവും, ശിവയോട് ഞാൻ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, പിന്നെ ആകെ പ്രശ്നമാണ്. മല്ലികാക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വസുന്ധരാൻ്റിയെ പെട്ടെന്ന് അറിയിക്കും. അങ്ങനെ വസുന്ധരാൻ്റി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അതിന് അമ്മ വീട്ടിലില്ലല്ലോ, അമ്മ വീട്ടിലില്ലെങ്കിലും മല്ലികാക്ക അത് അറിയിച്ചിരിക്കും. അതിന് മല്ലികാക്കയും ശ്രീനാഥ് അവിടെ ഉണ്ടെന്ന് അറിയില്ല. കാരണം ശ്രീനാഥിനിപ്പോൾ വയ്യാണ്ടിരിക്കല്ലേ, ശ്രീനാഥ് പുറത്തിറങ്ങി വരാനൊന്നും ശ്രമിക്കില്ല, ശ്രീനാഥ് കിടപ്പിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ വർഷയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല വിവേക്, അത് തന്നെ ശരിയാവും. എന്നും അവിടെ ആക്കാനല്ലല്ലോ, മറ്റൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വിവേകിനെ നമുക്ക് ശ്രീനാഥിനെ അങ്ങോട്ട് തന്നെ മാറ്റാമല്ലോ. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലേ പറ്റൂ. ഈ അവസ്ഥയിൽ ഇയാളെ എവിടെ ഇട്ടിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. എന്നാലും എനിക്കാകെ പേടിയാവുന്നു. താൻ ഒരു കണ്ടും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ, അമ്മ അതൊന്നും അറിയില്ല എന്ന രീതിയിലൊക്കെ വിവേക് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീനാഥിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് തന്നെ പോകാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് അഞ്ചു ആണെങ്കിലോ ആകെ ടെൻഷനാണ്. വീണ്ടും ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് അഞ്ചു ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഗുണ്ടകൾ വീണ്ടും വന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു കത്തിയൊക്കെ എടുത്തതിന് ശേഷം തന്നെ മറച്ചു പിടിക്കുന്നു. പെട്ടെന്ന് അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ വരുന്നത്. എന്താ മോളെ, 2-3 ആളുകൾ അവിടെ വന്നത് ഞാൻ കണ്ടല്ലോ, എന്താ മോളുടെ പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അറിയില്ല ചേച്ചി, രാഹുലിനെ അന്വേഷിച്ച് വന്നതാണ്. രാഹുൽ ഇവിടെ ഇല്ല എന്ന് മോള് പറഞ്ഞില്ലേ അവരോട്. ഞാൻ പറഞ്ഞു, പക്ഷേ അവരത് വിശ്വസിച്ചില്ല. രാഹുൽ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ല, അവരിവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. മോള് സൂക്ഷിക്കണം കേട്ടോ, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. രാഹുലിനെ വിളിച്ചു നോക്കിയില്ലേ, രാഹുലിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫുമാണ്. ഇനി എന്താ ചെയ്യുക മോളെ, ആകെ പ്രശ്നമാണല്ലോ. മോളൊരു കാര്യം ചെയ്യേ, ഇവിടെ നിന്നാൽ ശരിയാവില്ല. രാത്രി എങ്ങാനും അവന്മാർ വന്നാലോ, ഈ വാതിലിനൊക്കെ അത്ര ഉറപ്പല്ലേ ഉള്ളൂ. ഇതെങ്ങാനും കുത്തിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മോളുടെ ജീവന് തന്നെ അത് വലിയ ആപത്ത് തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ ഇവിടുന്ന് പൊയ്ക്കോ, എവിടെയും പോയി രക്ഷപ്പെടാൻ നോക്കും മോളെ, ഇങ്ങനെ നിൽക്കണ്ട. രാഹുൽ വരുമ്പോഴല്ലേ എന്നിട്ട് കൂടെ വന്നാൽ മതി. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് മോള് രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടതെന്ന് ആ ചേച്ചി നമ്മുടെ അഞ്ജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി പോട്ടെ, മോൾ എന്തായാലും വൈകുന്നേരത്തിന് മുന്നേ എവിടേക്കെങ്കിലും പോകാൻ നോക്കുക, അറിയുന്ന ഏതെങ്കിലും വീട്ടിലേക്ക് കേട്ടോ എന്ന് പറയുന്നു. അഞ്ജുവിന് നല്ല സങ്കടമാവുന്നുണ്ട്. ഇനി അഞ്ജു എന്തായാലും ഝാൻസി വില്ലയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. പിന്നെയും ശ്രീനാഥിനെയും കൊണ്ട് വീണ്ടും വർഷ പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്താനായിട്ട് സമയത്ത് വർഷയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക, ആരെങ്കിലും അറിയോ, താൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്ന് വിവേക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ ടെൻഷൻ ആവണ്ട, നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കും. താൻ ആദ്യം ഉള്ളിലേക്ക് പോകൂ, എന്നിട്ട് ശിവയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ശ്രീനാഥിനെയും കൊണ്ട് ഞാനെന്ന് വന്നേക്കാം, മല്ലികാക്കാനെ കാണില്ല, പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീയെ ഝാൻസി വില്ലയിലേക്ക് തന്നെ വർഷ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്തായാലും കഥകൾ വേറെ രീതിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.